മലയാളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജെയ്ത്തൂണിൻ്റെ തോട്ടത്തിലോട്ടാണ്. സൗദി അറേബ്യയിലും അതേപോലെ ലോകത്തും ഏറ്റവും കൂടുതൽ നല്ല ജെയ്ത്തൂൺ കിട്ടുന്ന ഒരിടം അത് അൽജോഫാണ്. അൽജോഫിൻ്റെ ആണ് ഏറ്റവും നല്ല ജെയ്ത്തൂൺ. അപ്പോൾ നമുക്ക് ജെയ്ത്തൂണിൻ്റെ കാഴ്ചയിലോട്ടൊന്ന് പോയി നോക്കാം. ഒരു ഏകദേശം വളർച്ചയെത്തിയ ജെയ്ത്തൂൺമേരാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ജെയ്ത്തൂണിൻ്റെ കായകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ കായ മൂക്കാനായി റെഡിയായിട്ട് നിൽക്കുന്ന കായകളാണ്. ഇത് മൊത്തമായിട്ടും ജെയ്ത്തൂണിൻ്റെ തോട്ടമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം 2-3 കിലോമീറ്ററോളം താഴോട്ട് ജെയ്ത്തൂണിൻ്റെ തോട്ടം മൊത്തമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് തോട്ടത്തിലെ കാഴ്ചകളും അതേപോലെ ജെയ്ത്തൂണിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ആരോഗ്യത്തിനും അതേപോലെ ഏറ്റവും നല്ല ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ എണ്ണകളിലൊന്നാണ് ജെയ്ത്തൂൺ. ഇതൊക്കെ ജെയ്ത്തൂണിൻ്റെ ഇടയിൽ വെള്ളം കിട്ടിയിട്ടുണ്ടാകുന്ന ഓരോ മരുഭൂമിയിലെ ചെടികളാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണയാണ് ജെയ്ത്തൂണിൻ്റെ എണ്ണ. വളരെയധികം നല്ലതും BP കൺട്രോളിന് അതേപോലെ ഹൃദയപരമായ അസുഖങ്ങൾക്കൊക്കെ ജെയ്ത്തൂണിൻ്റെ എണ്ണ വളരെ ഫലപ്രദമായ ഒന്നാണ്. ഒരു ജെയ്ത്തൂണിൻ്റെ മരത്തിൽ ഫലം കായ്ക്കാൻ 4 മുതൽ 5 വർഷം വരെ എടുക്കും. പക്ഷേ ജെയ്ത്തൂൺ മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 2000 വർഷം വരെ ആയുസ്സുള്ളൊരു മരമാണ് ജെയ്ത്തൂണിൻ്റെ മരം. ഇതിനൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 10 വയസ്സുണ്ടാവും. ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ 10 വയസ്സ് 5 വയസ്സ് ഒക്കെയുള്ള മരങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തമായിട്ടും കാണാൻ പറ്റുന്നത്. പിന്നെ ഒലിവ് മരത്തിൽ തന്നെ 2 ഐറ്റം ഒലിവ് ഉണ്ട്. ഒന്ന് ഗ്രീൻ ഒലിവ്, അതേപോലെ ബ്ലാക്ക് ഒലിവ്. ഇത് രണ്ടും ഒരേ പഴമാണെങ്കിലും പറിക്കുന്നതിൻ്റെ സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ കാണുന്നതൊക്കെ ഗ്രീൻ ഒലിവിലാണ് നിൽക്കുന്നത്. ഈ ഒരു മരത്തിൻ്റെ ഫലം കുറവാണ്, ചെറുതാണ്. ഇതിലൊന്നും ഫലങ്ങളില്ല, ഫലങ്ങളുള്ളതും ഇല്ലാത്തതും ഉണ്ട്. ഇതിലൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ സീസണാണ്. ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഒലിവ്. സൗദി അറേബ്യയുടെ അൽജോഫിൻ്റെ ഒലിവാണ് ലോകത്തെ ഏറ്റവും നല്ല ഒലിവായിട്ട് കിട്ടുന്നത്. അൽജോഫിലാണ് ഈ ഒരു തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലും രാജസ്ഥാനിലും ഒക്കെ ഒലിവ് ഒട്ടേറെ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒലിവുള്ള സ്ഥലം അൽജോഫ് തന്നെയാണ്. ഒലിവ് കൊണ്ട് പഞ്ചസാര, ഓയില്, സോപ്പ്, അതേപോലെ സ്കിന്നിൻ്റെ ക്രീമുകൾ എന്നിവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബാക്കി മെഡിസിൻ പരമായിട്ടും ഒരു ഭാഗം ഒലിവിൻ്റെ കായ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉപ്പിലിടാനും കഴിക്കാനും ജെയ്ത്തൂണിൻ്റെ എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ശരീരത്തിൽ വിട്ടു മാറാത്ത പാടുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജെയ്ത്തൂണിൻ്റെ എണ്ണ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ പാടുകൾ മാറാനും ഈ ഒരു സാധനം സഹായിക്കുന്നുണ്ട്. ഒലിവ് തോട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ തന്നെ ഇല്ല. ഇതേപോലെ കാണുന്ന ഈ ഒരു ഒലിവിൻ്റെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒലിവിൻ്റെ പ്രത്യേകതകൾ ഒട്ടനവധി പ്രത്യേകതകളുള്ള മരങ്ങളാണ്. അപ്പോൾ നമ്മൾ തോട്ടത്തിലോട്ട് വന്നതുകൊണ്ട് ഒലിവിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടാതെ വീഡിയോക്ക് ലൈക്ക് അയക്കാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.